ഞാന് അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഷയമാണിത്. ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ അതുപോലെ ഹൈന്ദവ ധാരാളം വേദികളിൽ ഞാൻ പോയിട്ടുള്ളപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഞാനും ബൈജും കൂടെ തൃശ്ശൂര് പോയിരുന്നില്ലേ? തൃശ്ശൂർ പൂരപ്പറമ്പില് മറ്റേ സുജയ പാർവതിയൊക്കെ പങ്കെടുത്തൊരു പ്രോഗ്രാമിലല്ലേ? ഹിന്ദു ഐക്യവേദിയുടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേദി മുഴുവനും സ്ത്രീകളാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ പിന്നീട് നമ്മൾ ഇവിടെ വണ്ടൂരം കണ്ടൊരു പ്രോഗ്രാമിന് പോയിരുന്നില്ലേ? ആ സമയത്തും അതുപോലെ തന്നെ മുഴുവനും സ്ത്രീകള്. അതായത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി വെറുതെ പറയുകയല്ല, അവർ പ്രാവർത്തികമാക്കി കാണിക്കുന്നു. സ്ത്രീകൾ കരിയിലും പുകയിലും ഗ്യാസൊക്കെ ഉണ്ടെങ്കിലും അവർ അടുക്കളക്കകത്ത് ചടഞ്ഞുകൂടാനുള്ള വെറും ഒരു പാചക ഉപകരണമല്ല, അതല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കാനുള്ള ഒരു സെക്സ് ടോയ് അല്ല സ്ത്രീ എന്ന് BJP തെളിയിക്കുക, ഹിന്ദു സംഘടനകൾ തെളിയിക്കുവാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെയൊക്കെ പ്രോഗ്രാമിന് പോയാൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ടീച്ചറാണ് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നത് വണ്ടൂര്. ഈ പ്രോഗ്രാമിന് പോയപ്പോ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് സ്ത്രീകള്. കിച്ചണിലേക്ക് ചെന്നു, രാവിലെ നമുക്ക് കഴിക്കാൻ ലൈറ്റ് ആയിട്ടൊരു ഫുഡ് ഉണ്ടായിരുന്നു, ചായക്കടിയൊക്കെ, അവിടെയും സ്ത്രീകള്. അനൗൺസ്മെന്റ് ചെയ്യുന്നിടത്തും സ്ത്രീകള്, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതും സ്ത്രീകള്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനം നമ്മൾ നോക്കിയാല് ഒരു നാമമാത്രമായി പോലും ഒരു സ്ത്രീരത്നം ഉണ്ടാകില്ല. പുരുഷന്മാരിങ്ങനെ ഏറ്റവും മുൻനിരയിൽ. ശശികല ടീച്ചറെ എടുത്തു പറയേണ്ടതുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ശശികല ടീച്ചർ. അതെ അതെ, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാം എന്ന ഒറ്റ മതം, മുസ്ലിം എന്ന ഒറ്റ സമുദായം ആണിനൊപ്പമോ ആണിനോളമോ പെണ്ണിനെ പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, പെണ്ണിന് അവരർഹിക്കുന്ന അംഗീകാരം പോലും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ഇവര് പറയും പ്രവാചകന്റെ പത്നിമാർക്കൊക്കെ പ്രവാചകൻ ഒരുപാട് അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് അംഗീകാരം? പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്. ആ സമയത്ത് പ്രവാചകന് 53 വയസ്സ്, 10 വർഷം ഒരുമിച്ച് ജീവിച്ചു. 63 വയസ്സുള്ള സമയത്ത് പ്രവാചകൻ മരണപ്പെട്ടു. പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയ്ക്ക് 16 വയസ്സ്. ഇസ്ലാമിക ചരിത്രങ്ങൾ നോക്കിയാൽ 47ഓളം വർഷം അവര് മക്കളില്ലാതെ, ഭർത്താവില്ലാതെ, മാതാപിതാക്കളില്ലാതെ, സഹോദരങ്ങളില്ലാതെ, വൈധവ്യവും വാർദ്ധക്യവും അവരെ തളർത്തി. സമ്പത്തുമില്ല, സമ്പത്തൊക്കെ അബൂബക്കർ ഉമറും ഒക്കെ പിടിച്ചെടുത്തു. അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ നിരാലംബയായി ആ സ്ത്രീ ജീവിക്കേണ്ടി വന്നു. പിന്നെ എന്ത് രൂപത്തിലുള്ള സംരക്ഷണവും അംഗീകാരവുമാണ് സ്ത്രീകൾക്ക് നൽകുന്നതെന്ന് അറിയില്ല. ഇവര് പറയും, ദാ മറിയത്തിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിലെ, സ്ത്രീകൾ എന്ന് നിസാ എന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അതാണോ സ്ത്രീകൾക്കുള്ള ആദരവ്? എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നോളം സ്ത്രീകൾക്ക് ഒരു ആദരവും ലഭിച്ചിട്ടില്ല. ഞാൻ അതിന്റെ തെളിവും കാണിച്ചു തരാം. ഇപ്പൊ ആണുങ്ങള്, എല്ലാ മലക്കുകള് ആണുങ്ങള്, പ്രവാചകന്മാര് ആണുങ്ങള്, പള്ളി പ്രാതിനിധ്യം ആണുങ്ങള്, പ്രവാചകന്മാര് മാത്രം ആണുങ്ങളായിട്ടുള്ള, അള്ളാഹുവിനെയും അവൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഹുവ, അവൻ. ഹിയ എന്ന് പറഞ്ഞാലാണ് അവൾ. ഖുർആനിൽ ഒരിടത്തും അള്ളാഹുവിനെ അവൾ എന്ന് സംബോധന ചെയ്യുന്നില്ല, അവർ എന്ന് സംബോധന ചെയ്യുന്നില്ല, അവൻ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മള് കാണുമ്പോഴെല്ലാം ഇസ്ലാമില് നമ്മൾ ഇതാണ് കാണുന്നത്. സ്ത്രീ വിരുദ്ധത ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളുടെയും ജനിതക സ്വഭാവമാണ്. പക്ഷേ ഒരു പരിധി വരെ മറ്റുള്ള മതങ്ങള്, പുരോഹിതന്മാര് അവരുടെ വിശ്വാസ സംഹിതകളൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയും അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഇത് മറ്റുള്ള ഏതൊരു മതവിശ്വാസത്തെക്കാൾ, ഏതൊരു രാഷ്ട്രീയ സംഘടനയേക്കാൾ ഒരുപാട് സ്ത്രീ വിരുദ്ധതകൾ കൂടുതലാണ്. ഈ ലോകത്തായാലും പരലോകത്തായാലും മുസ്ലിം സ്ത്രീയുടെ സ്ഥാനം ഇസ്ലാമിലെ പുരുഷന്മാരെക്കാൾ എത്രയോ താഴെയാണ്. ഖുർആൻ പറയുന്നത് നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാശിഅതും, പുരുഷന്മാരെ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. അതായത് പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്, പക്ഷേ അത് പബ്ലിക്കിൽ കാണിക്കാൻ പറ്റില്ല. ഇ.പി. അബൂബക്കർ ഖാസിമി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷണമാണ്. പെണ്ണിനെ നിങ്ങൾ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ അത് ഒരിക്കലും
കുടുംബമായിട്ട് നിന്ന് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രഭാഷണമാണ് ഞാൻ പലപ്പോഴും എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. അപ്പോ പുരുഷന്റെ വാരിയെല്ലിന്റെ ഏറ്റവും ദുർബലമായ ഒരു എല്ലിൽ നിന്നാണ് സ്ത്രീകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് അവര് വളഞ്ഞാണുള്ളത്, ജനിതകമായിട്ട് തന്നെ ജനറ്റിക്കായിട്ട് അവര് വളഞ്ഞവരാണ്, അതുകൊണ്ട് ആ വക്രതയോടുകൂടി നിങ്ങൾ അവരെ ഉപയോഗിച്ചോളാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് നോക്കാൻ ശ്രമിക്കരുത്, ഒടിഞ്ഞു പോകും അത്ര. അപ്പോ പെണ്ണിനെ ഇത്രയും നികൃഷ്ടമായി കാണുന്ന ഒരു മതം, ഒരു വിശ്വാസം വേറെയില്ല. അക്ഷരാർത്ഥത്തില് ഈ മതം കൂച്ചുവിലങ്ങിട്ട് നിർത്തിയ ജീവിതമാണ് ശരാശരി ഒരു മുസ്ലിം സ്ത്രീയുടേത്. ഇതിപ്പോ പത്മജ ചേച്ചി പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങളോടോരം ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് രുചിക്കുന്ന, അവരുടെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിൽ ഇവരുടെ രാഷ്ട്രീയ ആശയങ്ങളെയും ആദർശങ്ങളെയും നിലപാടുകളെയും വളയ്ക്കാനും തിരുത്താനും ഒടിക്കാനും മാറ്റിപ്പറയാനും ഒക്കെ സന്നദ്ധരാണ്. നമ്മൾ കലയെടുത്താലും കായികം എടുത്താലും സാഹിത്യം എടുത്താലും സാംസ്കാരിക, സംഗീത, സിനിമ, നാടക, സീരിയൽ, ഏത് രംഗങ്ങളിൽ എടുത്താലും ശരി, മുസ്ലിം സ്ത്രീകളുടെ പ്രാതിനിധ്യം പുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും ഒരുപാട് താഴെയാണ്. കല്യാണ വീട്ടിൽ നോക്ക്, ഒരു മരണ വീട്ടിൽ നോക്ക്, സ്വന്തം വിവാഹത്തിന് പോലും ഒരു സ്ത്രീക്ക് പ്രാതിനിധ്യമില്ല. മരണ വീടുകളിൽ പിൻവാതിൽ സംവരണമാണ് ചെയ്തിരിക്കുന്നത്, ആരാധനാലയങ്ങളിൽ പിൻവാതിൽ സംവരണമാണ് ചെയ്തിരിക്കുന്നത്, സ്വത്ത് കൊടുക്കുന്നതിൽ ആണിന് കൊടുക്കുന്നതിന്റെ പകുതി. ഇങ്ങനെ വിവേചനം അവസാനിക്കുന്നേ ഇല്ല. പക്ഷേ മതവിശ്വാസികൾ ചെയ്യുന്ന വിവേചനം നമുക്ക് മനസ്സിലാവും. രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് ഇടതനും വലതനും മുസ്ലിങ്ങളുടെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്നത്? നമുക്കറിയാം, കണ്ണൂരിനെ സംബന്ധിച്ച് മുമ്പെന്താണ് നിഖില സജയോ അങ്ങനെ കണ്ട ഒരു പെൺകുട്ടി പിന്നെ കണ്ണൂരിലെ വിവാഹത്തെക്കുറിച്ചും വിവാഹ സദ്യയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് വല്ലാതെ വൈറലായിരുന്നു. അത് കാരണം മുസ്ലിങ്ങളെ പറയാൻ അതെ, ആ സ്ത്രീ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയം മാത്രമേ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളൂ. ഞാന് ബൈജു പറഞ്ഞതിന് വളരെ തെളിവായിട്ട് ഞാൻ നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തൻ എന്ന് പറഞ്ഞൊരു പ്രഭാഷകനുണ്ട്, പലപ്പോഴും വിടുവായനാണെങ്കിൽ പോലും ചില സത്യങ്ങൾ അദ്ദേഹം അങ്ങ് മുഖത്ത് നോക്കി പറയും. മറ്റുള്ളവർ അത് രസിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല, അത് അദ്ദേഹത്തിന്റെ വിഷയമല്ല. ഇപ്പൊ പത്മജ ചേച്ചി പറഞ്ഞതിന്റെ മുഴുവൻ ഉത്തരവും ഈ പ്രഭാഷണത്തിലുണ്ട്. പെണ്ണുങ്ങൾ അങ്ങാടികളിൽ പ്രകടനങ്ങൾ ഒഴിവാക്കുക, പെണ്ണുങ്ങളെ അങ്ങനെ മുടിയിപ്പിച്ചിട്ടില്ല, പെണ്ണുങ്ങളുടെ അങ്ങാടി പ്രവേശം വേണ്ട, പെണ്ണുങ്ങൾ ജാട പിടിച്ച് നടക്കാൻ പാടില്ലാത്തതാണ്, അങ്ങനെയൊക്കെ ചില തോന്നിയാസങ്ങൾ നടത്തുന്നവരുണ്ട്. മുസ്ലിം സമുദായത്തെ ഒന്നിച്ചു നിൽക്കുകയാണെന്ന് വിചാരിച്ച് അവരുടെയൊക്കെ ചില വിരുദ്ധമാർഗങ്ങൾ സമുദായത്തിൽ കലക്കാമെന്ന് ഒരു വഹാബി വിചാരിക്കണ്ട. അതൊന്നും സാന്ദർഭികമായി ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കാൻ വഹിച്ചു. ബിഗ് ബോസ് ഞാൻ കാണുന്ന പരിപാടിയല്ല, എനിക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. അതിനകത്ത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന റമളാൻ, നമ്മുടെ നോമ്പ്, 6 മുസ്ലിം പെൺകുട്ടികള് ഈ നോമ്പ് കാലത്ത് നോമ്പില്ല, നമസ്കാരമില്ല, എന്തിനേറെ പറയുന്നു. ഒരു പെൺകുട്ടിയുണ്ട്, എന്തോ ഒരു ജാസ്മിൻ ജാഫർ എന്നോ ആണ് എന്റെ പേര്. അത് ഒരു ദിവസം വല്ലാതെ വൈറലായ ഒരു പെൺകുട്ടിയാണ്, മേക്കപ്പ് ഒക്കെയാണ് അത് വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഒരുപാട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് കൂടിയ പെൺകുട്ടിയാണ്. ആദ്യത്തെ ഇന്റർവ്യൂ വല്ലാതെ വൈറലായ ഒരു ചെറിയൊരു ഭാഗം. എനിക്ക് തട്ടം, ഇസ്ലാം, ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ്, അതുകൊണ്ട് തട്ടം എന്റെ ഐഡന്റിറ്റിയാണ്, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ വലിച്ചെറിഞ്ഞ് സാധാരണ മനുഷ്യന്മാർക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ആ പെൺകുട്ടി പിന്നീട് വീഡിയോകൾ ചെയ്തതൊക്കെ. പിന്നെ ഷമീസ് കിച്ചൺ, നമുക്കറിയാം ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആദ്യം തട്ടമൊക്കെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് അതിന് മനസ്സിലായി, കാരണം ഈ മതം എന്നെ വിലക്കുവാണ്, എനിക്കറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ. സോഷ്യൽ മീഡിയ എനിക്ക് അതിനൊരു പ്ലാറ്റ്ഫോം തന്നു. ഞാൻ അങ്ങനെ ഒരു പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പാചകമൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാ. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞ് ഇത് വിജയിച്ചു, നല്ല രൂപത്തിൽ എനിക്കൊരു ഇൻകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ട് ചില മൗലവിമാര് വരുന്നത് പോടാ പുല്ലേ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യന്മാരുടേതായിട്ടുള്ള കോലത്തിൽ വന്നു.